പ്രായമായ അച്ഛനും അമ്മയുടെയും മുന്നിൽ വെച്ച് ഒരു കൊള്ളക്കാരനെയും ഗുണ്ടയെയും പിടിക്കുന്ന രീതിയിൽ വന്ന് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഉഗാണ്ടയിലും കൊറിയയിലും ഒക്കെ നടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായി പോയി. ഇന്നിപ്പോൾ ഇവിടുത്തെ മനുഷ്യരുടെ സംസാരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം, പ്രവർത്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം അതിനെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് ഇന്നത്തെ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിയമപരമായിട്ട് നിൽക്കാത്ത ഒരു കേസുണ്ടാക്കി ഒരാളെ മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഈ കേസിനകത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്നലെ ശ്രീ മറുനാടൻ ഷാജനെ ഇവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത രീതി നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല. ഇതിലോ എത്രയോ പ്രമാദമായ സംഭവങ്ങൾ ഭരണത്തിലിരിക്കുന്ന ആളുകൾ, മന്ത്രിമാർ മുതൽ അവരുടെ മക്കൾ, ഇവരെല്ലാം ഇവിടെ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ ഒരു മാധ്യമത്തിൽ ചില വാർത്തകൾ വന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പിട്ട് പാതിരാത്രി അദ്ദേഹത്തിൻ്റെ പ്രായമായ അച്ഛനും അമ്മയുടെയും മുന്നിൽ വെച്ച് ഒരു കൊള്ളക്കാരനെയും ഗുണ്ടയെയും പിടിക്കുന്ന രീതിയിൽ വന്ന് വീട് തുറന്ന് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഉഗാണ്ടയിലും കൊറിയയിലുമൊക്കെ നടക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമായി പോയി. ഇന്നിപ്പോൾ ഇവിടുത്തെ മനുഷ്യരുടെ സംസാരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം, പ്രവർത്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം അതിനെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് ഇന്നത്തെ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഈ ഭരണ സംവിധാനങ്ങൾ ചെയ്യുന്ന അഴിമതിയും കൊള്ളയും തെമ്മാടിത്തരവും ഗുണ്ടായുസവും അതിനെതിരെ പ്രതികരിക്കുന്ന എല്ലാവരെയും അടിച്ചമർത്തുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു വിഷയത്തിൽ ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അതിനെപ്പറ്റി എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരാതി ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരാളെ പാതിരാത്രി വീട്ടിൽ കയറി കൊള്ളക്കാരനെ പോലെ പിടിക്കേണ്ട ആവശ്യകത ഒരിക്കലുമില്ല എന്നുള്ളതാണത്. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഷർട്ട് പോലും ഇടാതെ എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങളും നടത്തിക്കൊണ്ടാണ് അറസ്റ്റ് നടത്തിയത്. അദ്ദേഹത്തെ പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുക, മറ്റ് മാധ്യമങ്ങളുടെ മുമ്പിൽ മെഡിക്കൽ പരിശോധന എന്ന രീതിയിൽ പ്രദർശിപ്പിക്കുക, ചുറ്റുമുള്ള അയൽവക്കക്കാരെയെല്ലാം വിളിച്ചു വരുത്തി ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുക. അപ്പോൾ നിയമപരമായിട്ട് നിൽക്കാത്ത ഒരു കേസുണ്ടാക്കി ഒരാളെ മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഈ കേസിനകത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി മറിച്ച് ഇവരാരും ഇവിടെ നിന്ന് ഓടിപ്പോകുന്നവരോ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നവരല്ല. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതിനെ വിളിച്ചു വരുത്തി നടപടിയെടുക്കാനുള്ള ഏതെല്ലാം സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ തികച്ചും നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു ഹീനകൃത്യമായിട്ടാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ.